വെൽക്കം ടു അനദർ ക്ലാസ് ഓൺ ബിടെക് മാത്തമാറ്റിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തേർഡ് സെമസ്റ്ററിലെ GMAT 301 ഒരു ഫസ്റ്റ് ക്ലാസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. PMF നമുക്കറിയാം, നമുക്ക് കുറേ വാല്യൂസ്, റാൻഡം വേരിയബിളിൻ്റെ എക്സ് വാല്യൂസും അതേപോലെ തന്നെ P(x) വാല്യൂസും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് PMF എഴുതാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഞാനൊരു 3 വാല്യൂസ് എടുക്കുന്നു, 0, 1, 2. ഇതിൻ്റെ പ്രോബബിലിറ്റി 1/3, 1/3, 1/3 ആണെങ്കിൽ ഇത് നമുക്ക് വെറുതെ വാല്യൂസ് എഴുതാൻ പറ്റില്ല. ഈ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആവണം. ഇങ്ങനെ നമ്മൾ എക്സും P(x) ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ PMF പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിൻ്റെ മീനും വേരിയൻസ്, ഈ 2 കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാക്സിമം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കവർ ചെയ്യും. ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും ഉണ്ട്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ മീന് എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. മീനിനെ വേരിയൻസിനെയൊക്കെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മീൻ എപ്പോഴും നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ബൈ എണ്ണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ സാധാരണ മീൻ എടുക്കാറുള്ളത്. ചില ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, X ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശം. ഇവിടെ നമുക്ക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സോ സ്മോൾ എക്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മൾ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ E(x). ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, സിഗ്മ എക്സ് ഇൻറ്റു P(x). നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, P(x) അല്ലെങ്കിൽ F(x) നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, P(x) തന്നെ യൂസ് ചെയ്യണമെങ്കിൽ F(x) യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഓരോ എക്സും P(x)ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഈ ഒരു എക്സാമ്പിൾ, ഞാൻ എടുത്ത ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ P(x) കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റത്തെ എക്സ് 0 ഇൻറ്റു ഫസ്റ്റത്തെ P(x) 1/3 പ്ലസ്, ഇനി നമുക്ക് രണ്ടാമത്തെ അടുത്ത എക്സ് 1 ഇൻറ്റു അടുത്ത P(x) 1/3 പ്ലസ് 2 ഇൻറ്റു 1/3. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ കിട്ടും. 0 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് 1 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, പ്ലസ് 2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ ടോട്ടൽ 3/3 വിച്ച് ഈസ് ഈക്വൽ ടു 1. അതാണ് ഇവിടുത്തെ മീനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എന്നിട്ട് മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആവറേജ് ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുക. പിന്നെ ഇതിന് മ്യൂ എന്നുള്ളൊരു നൊട്ടേഷനും കൂടി ഉണ്ട് കേട്ടോ. എക്സ്പെക്റ്റേഷൻ നമ്മൾ മ്യൂ, ഇങ്ങനെയാണ് മ്യൂ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ മീൻ, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ആ ഒരു മീനാണ് എന്നുള്ളത് ശ്രദ്ധിക്കാം, സിഗ്മ എക്സ് ഇൻറ്റു P(x). ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള അടുത്തൊരു ഡെഫിനിഷൻ വേരിയൻസ് ആണ്. സാധാരണ രീതിയിൽ നമ്മൾ V(x) വെച്ചിട്ടാണ് വേരിയൻസ് ഡിനോട്ട് ചെയ്യാറുള്ളത്. V(x)ന് ഇതേപോലെ തന്നെ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഇതാണ്, E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ കൺഫ്യൂഷൻ ആയി പോരുത്, E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, 1 ആണ്, 1² ഇവിടെ വരും. ഇനി നമുക്കിത് E(x²) കൂടി ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, E(x)ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എക്സ് ഇൻറ്റു P(x) ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും E(x²ൻ്റെ ഇക്വേഷൻ വരിക, E(x² എന്ന് പറഞ്ഞാൽ സിഗ്മ x² P(x) വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, P(x) നിങ്ങൾ സ്ക്വയർ ചെയ്യാൻ പോകരുത്, നമ്മൾ ഈ എക്സിന് മാത്രമാണ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും E(x³ എന്നുള്ളത് സിഗ്മ x³ ഇൻറ്റു P(x) എന്ന് വരും. ഞാൻ പറഞ്ഞു, ഈ എക്സ്പെക്റ്റേഷൻ കൂടെ നിങ്ങൾ ക്യാപിറ്റൽ എക്സ് എടുക്കാം, അതിന് നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ് സ്മോൾ എക്സ്. അപ്പോൾ ഏത് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് V(x)ൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. നമ്മുടെ V(x)ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, E(x² മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ. അതിൽ നമുക്ക് എന്ത് ഓൾറെഡി ആയി, E(x) ആയി 1. ഇനി എനിക്ക് E(x² കിട്ടണം, അതായത് എക്സുകളൊക്കെ സ്ക്വയർ ചെയ്തിട്ട് P(x) ഉണ്ട്. അപ്പോൾ ഇവിടെ ആരൊക്കെ വരും, 0² ഇൻറ്റു 1/3 പ്ലസ് 1² ഇൻറ്റു 1/3 പ്ലസ് 2² ഇൻറ്റു 1/3 എന്ന് വരും. എന്നോട് എഴുതുന്നുണ്ട്. അപ്പോൾ എന്താ വരിക, 0² ഇൻറ്റു 1/3 പ്ലസ് 1² ഇൻറ്റു 1/3 പ്ലസ് 2² ഇൻറ്റു 1/3 എന്ന് വരും. 0 പ്ലസ് 1² 1 ആണ്, 1/3 പ്ലസ് 2² 4 വരും, 4/3 വിച്ച് ഈസ് ഈക്വൽ ടു 5/3. ഇതാണ് എന്ത് വരുന്നത്, E(x²). ഇനി നമുക്ക് V(x) എഴുതാം. V(x) എന്ന് പറഞ്ഞാൽ E(x²), അതായത് 5/3 മൈനസ് E(x) ദ ഹോൾ സ്ക്വയർ 1² വരും, 5/3 മൈനസ് 1 എന്ന് വരും. ഇത് നമുക്ക് ചെയ്താൽ എന്താ വരിക,
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 മൈനസ് 3/3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3. 2/3 ആണ് ഇതിൻ്റെ വേരിയൻസ് ആയിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് മീനും വേരിയൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടും കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇനി ഇവിടെ ചെറിയൊരു ഡെഫിനിഷനും കൂടി, ഒരു നോട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാവുന്ന ഒരു ഡെഫിനിഷനാണ്. പിന്നെ യെസ്, ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസിൻ്റെ റൂട്ടിനെയാണ്. അവിടെ റൂട്ട് 2/3 നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് എടുക്കാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 റിസൾട്ട് ഉണ്ട്. ഞാൻ ഈ നോട്ടിൻ്റെ കൂടെ തന്നെ അടുത്തൊരു നോട്ടായിട്ട് നമ്മൾ ഒന്നാമത്തെ നോട്ടായിട്ട് നോട്ട്, രണ്ടാമത്തായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റേഷൻ ഓഫ് 2 ഒക്കെ ചോദിച്ചാൽ 2 ആയിരിക്കും. സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക. പക്ഷേ ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് AX plus B, എക്സ്പെക്റ്റേഷൻ ഓഫ് AX plus B എന്ന് പറഞ്ഞാൽ A ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് X plus B ആണ്. ഇതിനൊരു എക്സാമ്പിളോട് നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ നേരത്തെ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x plus 3 ചോദിച്ചെന്ന് വിചാരിക്കാം. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് വെച്ച് എയുടെ സ്ഥാനത്ത് 2 ഉണ്ട്, ബിയുടെ സ്ഥാനത്ത് 3 ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് X plus 3 എന്ന് എഴുതാം. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ 2 ഇൻറ്റു നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്തായിരുന്നു? 1 ആയിരുന്നു. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 1 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ രീതിയിൽ ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്തൊരു റിസൾട്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതേപോലെ വേരിയൻസിനുണ്ട് റിസൾട്ട്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0 ആണ്. അതേപോലെ അടുത്തൊരു റിസൾട്ടായിട്ട് വേരിയൻസ് ഓഫ് AX plus B എന്ന് പറയുന്നത് A² ഇൻറ്റു V of X ആണ്. അപ്പോൾ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് V of 5x plus 2 ഒക്കെ ചോദിച്ചാൽ എയുടെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 5² ഇൻറ്റു V of X എന്ന് വരും. നമുക്കറിയാം 5² എന്ന് പറഞ്ഞാൽ V of X വരും. 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 ഇൻറ്റു V of X വിച്ച് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു നമുക്ക് നേരത്തെ കിട്ടിയ V of X അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. V of X എത്രയായിരുന്നു കിട്ടിയത്? 2/3. 25 ഇൻറ്റു 2/3 എന്ന് വരും 50/3. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ തന്നെ പല കാര്യങ്ങളും ചോദിക്കാം. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ്, ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്കൊരു എക്സാമിന് ചോദിച്ച സി ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ പോയിട്ട് 0യുടെ പ്രോബിലിറ്റി പ്ലസ് 1ൻ്റെ പ്രോബിലിറ്റി പ്ലസ് 2യുടെ പ്രോബിലിറ്റീസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് വെക്കുക. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിന് ആൻസർ കിട്ടും. നമുക്കിതിൽ K യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. കെയും മീനും വേരിയൻസും ഒക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. ക്വസ്റ്റ്യനായിട്ട് എക്സിൻ്റെയും പി ഓഫ് എക്സിൻ്റെയും വാല്യൂസ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂസും പി ഓഫ് എക്സിൻ്റെ വാല്യൂസും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് 0, 1, then 2, 3, 4, 5, 6 ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ K, 3K, 5K, 7K, 9K, 11K, 13K. പിന്നെ ഇവിടെ നമുക്ക് K² ഇക്വേഷനൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൽ പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ അത്തരം ക്വസ്റ്റ്യൻ ചെയ്തത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം, അതേപോലെ മീന് നോക്കാം, ദെൻ വേരിയൻസ് നോക്കാം. അതെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കെയുടെ വാല്യൂ കിട്ടണം. കെയുടെ വാല്യൂ കിട്ടാൻ നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അവരൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 4? പ്രോബബിലിറ്റി ഓഫ് എക്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിൽ നിങ്ങൾക്ക് ഇതേ സംഭവം വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 4 എന്ന് പറയും. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. രണ്ടായാലും പ്രോബബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഇതിൽ വേണ്ടത് കെയുടെ വാല്യൂ ആണ്. കെയുടെ വാല്യൂ കിട്ടാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത്. അതായത് K plus 3K plus 5K plus 7K plus 9K plus
11K പ്ലസ് 13K എന്തായിരിക്കും? 1 ആയിരിക്കും. നിങ്ങളത് ആഡ് ചെയ്ത് നോക്കിയാൽ ടോട്ടൽ 49 കെകളുണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്താൽ 49K ഈക്വൽ ടു 1 വരും. അപ്പോൾ K കിട്ടി 1/49. ഇനി നിങ്ങൾ അത് വെച്ചിട്ട് നമ്മളുടെ ടേബിൾ ഒന്ന് മാറ്റി വരയ്ക്കുക. എന്നാലേ നമുക്ക് മീനും വേരിയൻസും കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ആ ടേബിൾ ഒന്നുകൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂസും ഉണ്ട്, പി ഓഫ് എക്സിൻ്റെ വാല്യൂസും ഉണ്ട്. എക്സിൻ്റെ വാല്യൂസ് നമുക്കറിയാം 0, 1, 2, 3, 4, 5, ഓക്കെ 6. ദെൻ K 1/14. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എടുത്തത് K എന്നാണ്. ടേബിൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. K 3K 5K 7K 9K 11K അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ K എന്ന് പറയുമ്പോൾ 1/49, 1/49, 3/49, 5/49, 7/49, 9/49, 11/49, 13/49 ഈ രീതിയിൽ വരും. നമുക്ക് മീനും വേരിയൻസും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം അവർ പറഞ്ഞ പി ഓഫ് എക്സ് ലെസ് ദാൻ 4 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ 0യുടെ പ്രോബിലിറ്റി, 1ൻ്റെ പ്രോബിലിറ്റി, 2ൻ്റെ പ്രോബിലിറ്റി, 3യുടെ പ്രോബിലിറ്റി. 4 നമ്മൾ ആഡ് ചെയ്യില്ല, കാരണം ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലേ 4 ഉണ്ടാവും. അപ്പോൾ അതിലാരൊക്കെ ഉണ്ടാവും? 1/49 പ്ലസ് 3/49 പ്ലസ് 5/49 പ്ലസ് 7/49 എന്നുള്ള ആൻസർ വരും. 7 3 10 16, 16/49. അതാണ് ഇതിൻ്റെ ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മീനും വേരിയൻസിനുമാണ്. അപ്പോൾ നമുക്ക് ഇ ഓഫ് എക്സ് മീൻ ഒന്ന് കണ്ടു നോക്കാം. മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 0 × 1/49, 0 ആണ്, പ്ലസ് 1 × 3/49, 3/49 പ്ലസ് 2 × 5/49 എന്ത് വരും? 10/49 പ്ലസ് അടുത്തത് 3 × 7/49. നമുക്കറിയാം 3 × 7 21 ആണ്, 21/49 പ്ലസ് അടുത്തത് 9 × 4 36 വരും, 36/49 പ്ലസ് 5 × 11 55/49 പ്ലസ് ലാസ്റ്റ് വൺ 13 × 6 78 ഉണ്ടാവും, 78/49. ഇത് നമ്മൾ ചെയ്താൽ ആൻസർ കിട്ടും. ഞാൻ ആൻസർ കൂടെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ടോട്ടൽ ആൻസർ ആയിട്ട് വരുന്നത് 4.14 ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 4.14 വരും. ഇനി ഇവിടെ നമുക്ക് വേരിയൻസ് കിട്ടണമെങ്കിലോ, വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. വി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതായിരുന്നു വേരിയൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. 19.85 എന്നുള്ള ആൻസർ വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. സോ അങ്ങനെ വന്നാൽ നമ്മളുടെ വി ഓഫ് എക്സ് എന്താ വരിക? വി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ 19.85 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് 4.14 സ്ക്വയർ ആണ്. നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ആൻസർ സ്കീമിൽ കണ്ട വാല്യൂസ് എടുത്ത് എഴുതുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തോളാം. ലാസ്റ്റ് ആൻസർ ആയിട്ട് 2.7104. ഇതാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? വേരിയൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിലും നമുക്കൊന്നെങ്കിൽ ഇതേപോലെ വാല്യൂസ് ആയിട്ട് തന്ന ടേബിൾ PMF തന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ട് റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ് എന്നിട്ട് പറഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു 0 1 2 3 ആണ് വിത്ത് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പി ഓഫ് എക്സ് തരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ടേബിളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു കോയിൻ 3 ടൈംസ് ഇപ്പോൾ ടോസ് ചെയ്യുകയാണെങ്കിൽ എക്സ് കിട്ടാനുള്ള വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. അതിൻ്റെ മീന്, വേരിയൻസ്, പ്രോബ്ലംസ്, അതാണ് നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒന്നുകൂടി ഇതൊന്ന് പറഞ്ഞുതരാം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മീന്, വേരിയൻസ് 2 കൺസെപ്റ്റാണ് പറഞ്ഞത്. അതിൽ മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നതിനേക്കാൾ ഈ ഒരു രീതി ഓർത്ത് വെക്കുക.
ഓരോ എക്സുകളും പി ഓഫ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക, അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് വി ഓഫ് എക്സ് വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടാൻ വേണ്ടി ഓരോന്നും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അത് വി ഓഫ് എക്സ് കാണാം. അതിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. പിന്നെ ഈ ഒരു മൂന്നാമത്തെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ ഓഫ് എക്സ് പ്ലസ് ബി എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി ആണ്. അതേപോലെ വി ഓഫ് എക്സ് പ്ലസ് ബി എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ്. അത് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കെ മീൻ വാല്യൂ, അതേപോലെ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 4. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിയിലും എഫിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു, അതും കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ KTU നോട്ട്സിലും അതേപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസിലും ഒക്കെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിന് നിങ്ങളുടെ സീനിയേഴ്സിന് ഫസ്റ്റ് ബാച്ചിന് ചോദിച്ചിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മീനും വേരിയൻസും കണ്ടുപിടിക്കാനും. അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ അവരുടെ മെയിൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷണൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോസിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനിടയിൽ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് റൈസ് ചെയ്യാം. മാക്സിമം പ്രോബ്ലംസ് അവിടുന്ന് സോൾവ് ചെയ്ത് പഠിക്കുക. കാരണം വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവുക. കൃത്യമായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.